എന്തിനായിരിക്കും അന്ന് രാത്രിയിൽ ഇതിൻ്റെ ഒരു പരിസരവും ഇല്ലാത്തൊരു സമയത്ത് എന്നെ ഇങ്ങോട്ട് വിളിച്ച് ഈ വിവരം പറഞ്ഞത്? എന്തിനായിരിക്കും എനിക്ക് അവർ ഈ കോൾ റെക്കോർഡിംഗ് അയച്ചു തന്നത്? ഇനിയും അതും ഇപ്പോൾ പരിശീലിപ്പിക്കുന്ന പോലെ അവർക്ക് ആർക്ക് വേണമെങ്കിലും പരിശീലിപ്പിക്കാം. അത്തരം കാര്യങ്ങൾക്കൊന്നും ഞാൻ കൂടുതലായിട്ട് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഞാൻ അവരെ ഏതെങ്കിലും തരത്തിൽ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, ഞാൻ അവരെൻ്റെ സുഹൃത്താണ്. അപ്പോൾ നിങ്ങളിൽ പലരും എൻ്റെ സുഹൃത്തുക്കളാണ്. എൻ്റെ സുഹൃത്തുക്കളായ നിങ്ങളിൽ പലരും ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി നിങ്ങളുടേതായ ജോലികൾ ചെയ്യുമ്പോൾ എനിക്ക് അതിൻ്റെ പേരിൽ നിങ്ങളെ തള്ളി പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം നിങ്ങളിപ്പോൾ എനിക്കെതിരായി വാർത്ത കൊടുക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾക്കെതിരായിട്ട് ഞാൻ പറയേണ്ടുന്ന കാര്യമില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ അവർ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഞാൻ തള്ളി പറയാനൊന്നും ഈ നിമിഷം നിൽക്കുന്നില്ല. പക്ഷേ ഈ വാർത്തകളുടെ വലിയ പേമാരിയുടെ കാലത്ത് ഇത്തരം ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അത് ഇന്ന് നടന്നതല്ല, ഓഗസ്റ്റ് മാസം 1-ാം തീയതി നടന്നതാണ്. അതുകൂടി എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ നിങ്ങളെല്ലാവരെയും കാണാനായിട്ട് തീരുമാനിച്ചത്. ഇനിയും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, ജനങ്ങളോട് പറയാനായിട്ടുള്ള കാര്യങ്ങൾ, മറ്റ് കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് എനിക്ക് ജനങ്ങളോട് പറയാനായിട്ടുണ്ട്. അത് നിങ്ങൾ സ്വാഭാവികമായിട്ടും വാർത്തകളൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഭാഗം കൂടി, അത് ഈ രാജ്യത്തെ ഏതൊരു പൗരനുമുള്ള അടിസ്ഥാനപരമായ അവകാശമാണ്, അയാളുടെ ഭാഗം കൂടി കേൾക്കുക എന്നുള്ളത്. ആ കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾ തുടർന്നും കാണിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾക്കും ബാക്കിയുള്ള ദിവസങ്ങളിൽ തന്നെ മറുപടി പറയാം. ഇതിന് പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞ് എന്തുകൊണ്ടാണ് ഈ വിശദീകരണം നൽകാൻ അങ്ങ് വൈകിയത്? ഇപ്പോൾ വിശദീകരണം നൽകാൻ വൈകി എന്ന് പറയുമ്പോഴും വേണമെങ്കിൽ അതിനകത്ത് എന്നെ സംശയിക്കാനായിട്ടുള്ളൊരു ഫാക്ടർ എന്താ പറയാൻ കഴിയുക? ഞാനിത് ഫാബ്രിക്കേറ്റ് ചെയ്തു എന്ന്. വാലും തലയും ഇല്ലാത്തൊരു ശബ്ദമല്ലല്ലോ ഞാൻ കാണിച്ച്. ഞാനൊരു ചാറ്റ് നിങ്ങളെ ലൈവായി കാണിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് നേരിട്ട് വെരിഫൈ ചെയ്യാം. ഞാനൊരു ചാറ്റ്, ആ ആളുടെ ചാറ്റ്, ഇനി ഞാൻ ആ ആളുടെ നമ്പർ ഉൾപ്പെടെ കാണിക്കാത്തത്, പബ്ലിക്കിന് മുന്നിൽ കാണിക്കാത്തത് അത് അയാളുടെ സ്വകാര്യതയെ മാനിച്ചിട്ടാണ്. നിങ്ങൾ ആർക്കെങ്കിലും അത്തരത്തിൽ സംശയം ഉണ്ടെങ്കിൽ എന്നോടൊപ്പം വന്നാൽ ഞാൻ സ്വകാര്യമായിട്ട് നിങ്ങളെ അത് കാണിച്ച് അത് അവരുടെ നമ്പർ തന്നെയാണോ എന്ന് ബോധ്യപ്പെടുത്താം. അപ്പോൾ അതായത് ഞാൻ